ഹലോ എവരിവൺ, ദിശ അക്കാദമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB ALPക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കേ. ഓക്കെ, which was the dynasty of ഫസ്റ്റ് ഫീമെയിൽ റൂളർ റസിയ സുൽത്താൻ? റസിയ സുൽത്താൻ ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണ്? റസിയ സുൽത്താന ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണ്? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ട്. കിൽജി ഡൈനാസ്റ്റി ഉണ്ട്, ലോധി ഡൈനാസ്റ്റി ഉണ്ട്, മുഗൾ ഡൈനാസ്റ്റി അല്ലെങ്കിൽ സ്ലേവ് ഡൈനാസ്റ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ ആണ്. റസിയ സുൽത്താന ഏത് ഡൈനാസ്റ്റിയിലെ റൂളറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഏതാണ്? സ്ലേവ് ഡൈനാസ്റ്റി ആണ് കേട്ടോ. സ്ലേവ് ഡൈനാസ്റ്റിയിലെ റൂളറാണ് ആര്? റസിയ സുൽത്താന. ഓക്കെ, ഇനി ഡെഫിനറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, സ്ലേവ് ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് അറിയണം. 1206 മുതൽ 1290 വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ അറിയേണ്ടത് റസിയ സുൽത്താന സ്ലേവ് ഡൈനാസ്റ്റിയിലെ റൂളർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡയറക്റ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട് ഈ റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ് എപ്പോഴാണെന്ന്. അങ്ങനെ ചോദിച്ചാലും കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. 1236 മുതൽ 1240 വരെയായിരുന്നു ആരുടെ റൂളിംഗ് പീരീഡ്? റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ്. ആരുടെ മകളായിരുന്നു റസിയ സുൽത്താന എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതിന് ആൻസർ ഇൽത്തുമിഷ് ആണ് കേട്ടോ. ഇൽത്തുമിഷിന്റെ മകളാണ് ആര്? റസിയ സുൽത്താന. ഇനി ഒരു കാര്യം കൂടി അറിയേണ്ടത്, നമ്മുടെ ഡൽഹി സുൽത്താനയിലെ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വുമൺ റൂളർ, ഡൽഹി സുൽത്താനേറ്റിലെ ആദ്യത്തെയും അവസാനത്തെയുമായ വുമൺ റൂളർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ആര് തന്നെയാണ്? റസിയ സുൽത്താൻ തന്നെയാണ്, അല്ലെങ്കിൽ സുൽത്താന റസിയ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫാക്റ്റുകൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. സ്ലേവ് ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് എപ്പോഴാണ്? 1206 മുതൽ 1290 വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ റൂളിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ റസിയ സുൽത്താനയുടെ റൂളിംഗ് പീരീഡ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1236 മുതൽ 1240 വരെയാണ്. റസിയ സുൽത്താന ആരുടെ മകളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഇൽത്തുമിഷ്. ഓക്കെ, ഇൽത്തുമിഷ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. The second question, okay. Babur's autobiography Babarnama was written in which language? ബാബറിന്റെ ഓട്ടോബയോഗ്രഫി ആയ ബാബർനാമ, ഇല്ലെങ്കിൽ ഈ ബാബർനാമ എന്ന് പറയുന്ന ഓട്ടോബയോഗ്രഫിയുടെ വേറൊരു പേരാണ് തുസക്കി ബാബറി കേട്ടോ. ബാബർനാമയുടെ വേറൊരു പേരാണ് എന്ത് പറയുന്നത്? തുസക്കി ബാബറി എന്നും പറയും. തുസക്കി ബാബറി അല്ലെങ്കിൽ ബാബർനാമ. ബാബറിന്റെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം ഓർത്തിരിക്കുക, സിമ്പിൾ ആയിട്ട് പഠിക്കാം. ബാബർനാമ അല്ലെങ്കിൽ തുസക്കി ബാബറി. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിൽ ഏത് ലാംഗ്വേജിലാണ് ഇത് റിട്ടേൺ ചെയ്തിരിക്കുന്നത്? ആൻസർ തുർക്കി ലാംഗ്വേജിലാണ് കേട്ടോ. തുർക്കി ലാംഗ്വേജ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഉണ്ടാവുക ചാഗതി എന്നായിരിക്കും കേട്ടോ, ചാഗതി. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം NDPC കഴിഞ്ഞ 2021 ടൈമിൽ നടക്കുന്ന NDPCയുടെ എക്സാമിന് ചോദിച്ചപ്പോൾ ഈ ചാഗതിയായിരുന്നു ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ബാബറിന്റെ ഓട്ടോബയോഗ്രഫി ചോദിച്ച സമയത്ത് എന്തായിരുന്നു ആൻസർ ആയിട്ട് ഉണ്ടായിരുന്നത്? ചാഗതി. സോ തുർക്കി ചാഗതി അങ്ങനെ ഒരുമിച്ച് തന്നെ പഠിച്ചു വെച്ചോളുക. ഓക്കെ, ഇനി ബാബറിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാലോ. ആദ്യത്തെ യുദ്ധം ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഡയറക്റ്റ്ലി എപ്പോഴും എക്സാമിന് ചോദിക്കും ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഏത് വർഷമായിരുന്നു? ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്തായിരുന്നു? 1526. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ആരൊക്കെ തമ്മിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ തമ്മിലാണ്? ബാബറും ഇബ്രഹാം ലോധിയും തമ്മിലായിരുന്നു അല്ലേ? ബാബറും ഇബ്രഹാം ലോധിയും തമ്മിലായിരുന്നു ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. അതിൽ വിജയിക്കുന്ന ആരാണ്? ബാബറാണ്. സെക്കൻഡ്, ബാബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാർഫെയർ ടെക്നിക്കിന് ഒരു പേരുണ്ട്, അതെന്താണെന്ന് ചോദിക്കാം. ബാബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാർഫെയർ ടെക്നിക്കിന്റെ പേരാണ് തുളുഗമ. പഠിച്ചു വെച്ചോണേ. ബാബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാർഫെയർ ടെക്നിക്കിന്റെ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? തുളുഗമയാണ്.
ദെൻ എഗെയിൻ ബാബറിനെ ബേസ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ, ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് എവിടെ നിന്നാണ്, ഏത് പ്ലേസിൽ നിന്നാണ് ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത്? അതും ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചാലും നമുക്ക് ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റണം. ഫർഗാന. ഫർഗാന എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാൻ ആണ് കേട്ടോ. ഫർഗാന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻ. ഫർഗാന എവിടെയാണ്? ഉസ്ബെക്കിസ്ഥാൻ ആണ്. അപ്പോൾ ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് പ്ലേസിൽ നിന്നാണ്? ഫർഗാനയിൽ നിന്നാണ്. ഫർഗാന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അതിന് ആൻസർ ഉസ്ബെക്കിസ്ഥാൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ഓർത്തു വെച്ചോ, ബാബറിന്റെ ടോംബ് എവിടെയാണെന്ന് ക്വസ്റ്റ്യൻ വരാം. ബാബറിന്റെ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ കാബൂളിലാണ് കേട്ടോ. ബാബറിന്റെ ടോംബ് എവിടെയാണ്? കാബൂളില്. ഞാൻ ഈ പറഞ്ഞ ഓരോ പോയിന്റ്സും എക്സാമിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്ത് ചെയ്യുക, എല്ലാം നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക. എല്ലാ ക്വസ്റ്റ്യനും എല്ലാ എക്സാമിന്റെ എന്ത് ചെയ്യാൻ പറ്റും, ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട്. സോ നോട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? ബാബർ നാമ ഏത് ലാംഗ്വേജിലാണെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ തുർക്കി ലാംഗ്വേജ് അല്ലെങ്കിൽ ചാഗതേ ലാംഗ്വേജ്. ബാബർ നാമ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? തുസുക്കി ബാബറി എന്ന് പറയും. കണക്ട് ചെയ്ത് ഓർത്തിരിക്കേണ്ടത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ഇല്ലേ? ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് എന്നായിരുന്നു 1526. ആരൊക്കെ തമ്മിൽ? ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ. ആര് ജയിക്കുന്നു? ബാബർ ജയിക്കുന്നു. ബാബർ ഇൻട്രൊഡ്യൂസ് ചെയ്ത വാർഫെയർ ടെക്നിക്കിന്റെ നെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ തുളുഗമ എന്നാണ്. ബാബർ ഇന്ത്യയിലേക്ക് വരുന്നത് ഏത് പ്ലേസിൽ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഫർഗാന. ഫർഗാന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ ഉസ്ബെക്കിസ്ഥാനിലാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The Jama Masjid in Delhi was built during the reign of which Indian ruler? ഏത് ഇന്ത്യൻ റൂളറിന്റെ പീരീഡ് ആണ് ഡൽഹിയിൽ ജമാ മസ്ജിദ് ബിൽഡ് ചെയ്യപ്പെടുന്നത്? ഉറപ്പായിട്ടും പഠിച്ചിരിക്കണേ. ഡൽഹിയിൽ ജമാ മസ്ജിദ് ബിൽഡ് ചെയ്യപ്പെടുന്നത് ഏത് റൂളറിന്റെ ടൈം പീരീഡിലാണ്? ഓക്കെ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഷാജഹാൻ ആണ്. ഷാജഹാന്റെ ടൈം പീരീഡിലാണ് എന്ത് ചെയ്യപ്പെടുന്നത്? ഡൽഹിയിൽ ജമാ മസ്ജിദ് ബിൽഡ് ചെയ്യപ്പെടുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ എക്സാമിന് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നിക്കുന്ന കുറച്ച് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. നോട്ട് ചെയ്ത് വെച്ചോ. മോത്തി മസ്ജിദ് ഡൽഹിയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്തത് ഔറംഗസീബാണ് കേട്ടോ. മോത്തി മസ്ജിദ് ഡൽഹിയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്ത ആരാണ്? ഔറംഗസീബാണ്. ഇനി മോത്തി മസ്ജിദ് ആഗ്രയിലാണെങ്കിലോ? മോത്തി മസ്ജിദ് ആഗ്രയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്നത് ഷാജഹാൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർലി വായിച്ചിട്ടേ ആൻസർ എഴുതാൻ പാടുള്ളൂ. മോത്തി മസ്ജിദ് ആഗ്രയാണോ മോത്തി മസ്ജിദ് ഡൽഹി ആണോ ചോദിച്ചതെന്ന് ക്ലിയർലി നോക്കിയതിന് ശേഷം മാത്രമേ ആൻസർ എഴുതാൻ പാടുള്ളൂ. മോത്തി മസ്ജിദ് ഡൽഹിയിലാണെങ്കിൽ ഔറംഗസീബും മോത്തി മസ്ജിദ് ആഗ്രയിലാണെങ്കിൽ ബിൽഡ് ചെയ്ത ആരുമാണ്? ഷാജഹാനുമാണ്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ജമാ മസ്ജിദ് ഡൽഹിയിലെ ജമാ മസ്ജിദ് ആരാ ടൈം പീരീഡിലാണ് ബിൽഡ് ചെയ്തത്? അതിന് ആൻസർ ഷാജഹാനാണ്. കൂടെ രണ്ട് കാര്യങ്ങളൂടെ ഓർക്കുക, അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ട് തോന്നിക്കാം. റെഡ് ഫോർട്ട് ഉണ്ടല്ലോ, റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, അതുപോലെ റെഡ് ഫോർട്ട് എവിടെയുണ്ട്? റെഡ് ഫോർട്ട് ഡൽഹിയിലും ഉണ്ട് കേട്ടോ. റെഡ് ഫോർട്ട് ആഗ്രയിലും ഉണ്ട്, അതുപോലെ റെഡ് ഫോർട്ട് എവിടെയുണ്ട്? ഡൽഹിയിലും ഉണ്ട്. റെഡ് ഫോർട്ട് ആഗ്രയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ് കേട്ടോ. റെഡ് ഫോർട്ട് ആഗ്രയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ്. റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്ന ആരാ? റെഡ് ഫോർട്ട് ആഗ്രയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്നത് അക്ബർ ആണ്. റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്നത് ഷാജഹാൻ ആണ് കേട്ടോ. റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ അത് ബിൽഡ് ചെയ്യുന്ന ആരാണ്? ഷാജഹാൻ. റെഡ് ഫോർട്ട് അറ്റ് ആഗ്ര എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? ആഗ്ര ഫോർട്ട് എന്നും ചോദിക്കാം. രണ്ട് രീതിയിൽ ചോദിച്ചാലും ആൻസർ ഇവിടെ ആരാണ്? അക്ബർ ആണ്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. എല്ലാം പ്രീവിയസ് ഇയർസ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. സോ പഠിച്ചു വെക്കുക. ജമാ മസ്ജിദ് ഡൽഹി ആരെ ടൈം പീരീഡിലാണ് ബിൽഡ് ചെയ്യപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ഷാജഹാൻ. മോത്തി മസ്ജിദ് ഡൽഹിയിലാണെങ്കിൽ ഔറംഗസീബും മോത്തി മസ്ജിദ് ആഗ്രയിലാണെങ്കിൽ ഷാജഹാനും ബിൽഡ് ചെയ്യുന്നു. റെഡ് ഫോർട്ട് ആഗ്രയിലാണെങ്കിൽ അക്ബറും റെഡ് ഫോർട്ട് ഡൽഹിയിലാണെങ്കിൽ ആരുമാണ് ബിൽഡ് ചെയ്യുന്നത്? ഷാജഹാനുമാണ് ബിൽഡ് ചെയ്യുന്നത്. പറഞ്ഞ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
മഹൽ ഈസ് സിറ്റുവേറ്റഡ്. മൃഗ്നയാണി മഹൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മൃഗ്നയാണി മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? മൃഗ്നയാണി മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഗോളിയോറിലാണ് കേട്ടോ. മൃഗ്നയാണി മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഗോളിയോറിലാണ് മൃഗ്നയാണി മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നല്ല റെയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഇനിയും ചോദിക്കാൻ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞ NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. ബട്ട് നല്ല ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെയാണ് ഈ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത്തരത്തിൽ മൃഗ്നയാണി മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ഗോളിയോറിലാണ് മൃഗ്നയാണി മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ മൃഗ്നയാണി മഹൽ ബിൽഡ് ചെയ്യുന്നത് ആരാന്നറിയാമോ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ രാജാ മാൻസിംഗ് തോമർ ആണ് കേട്ടോ. രാജാ മാൻസിംഗ് തോമർ. രാജാ മാൻസിംഗ് തോമർ ആണ് എന്ത് ബിൽഡ് ചെയ്യുന്നത്? മൃഗ്നയാണി മഹൽ ബിൽഡ് ചെയ്യുന്നത്. ഇത് എവിടെയാണെന്ന് ഇപ്പോൾ അറിയാം. എവിടെയാണ്? ഗോളിയോറിലാണ്. അതുപോലെ തന്നെയാണ് ശീഷ് മഹൽ. അറിയാമോ? നല്ലൊരു ക്വസ്റ്റ്യൻ ആയത്. ശീഷ് മഹൽ അല്ലെങ്കിൽ എന്ത് പറയുന്ന അറിയാമോ? പാലസ് ഓഫ് മിറേഴ്സ് എന്ന് പറയുന്നു. ശീഷ് മഹൽ അല്ലെങ്കിൽ എന്ത് പറയുന്നു? പാലസ് ഓഫ് മിറേഴ്സ്. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്യാലയിലാണ് കേട്ടോ. എവിടെയാണ്? പാട്യാലയിലാണ്. അപ്പോൾ ശീഷ് മഹൽ അല്ലെങ്കിൽ പാലസ് ഓഫ് മിറർ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? പാട്യാലയിലാണ്. ഇത് ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജ നരീന്ദർ സിംഗ് ആണ് കേട്ടോ. മഹാരാജ നരീന്ദർ സിംഗ്. ഓക്കെ, ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജ നരീന്ദർ സിംഗ് ആണ് എന്ത് ബിൽഡ് ചെയ്യുന്നത്? ശീഷ് മഹൽ അല്ലെങ്കിൽ പാലസ് ഓഫ് മിറേഴ്സ് എന്നറിയപ്പെടുന്ന മഹലാണ് ശീഷ് മഹൽ. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ പറയുക പാട്യാല. ഇത് ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജ നരീന്ദർ സിംഗ് ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഹവാ മഹൽ. ഹവാ മഹൽ. ഹവാ മഹൽ എവിടെയാണ്? ഹവാ മഹൽ ജയ്പൂരിലാണ്. ഹവാ മഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവായി പ്രതാപ് സിംഗ് ആണ് കേട്ടോ. ഹവാ മഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവായി പ്രതാപ് സിംഗ് ആണ്. ഹവാ മഹൽ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ്? ഹവാ മഹൽ ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ജയ്പൂരിലാണ്. ദെൻ അടുത്തത് പഞ്ച്മഹൽ. പഞ്ച്മഹൽ എവിടെയാണ്? ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശിലാണ് കേട്ടോ. പഞ്ച്മഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണ്? അക്ബർ ആണ് കേട്ടോ. പഞ്ച്മഹൽ ബിൽഡ് ചെയ്യുന്ന അക്ബർ ആണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രിയിലാണ്. ഫത്തേപൂർ സിക്രി എവിടെയാ? സിറ്റി ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ സിറ്റിയാണ് ഏത്? ഫത്തേപൂർ സിക്രി. ഇത് ഇത്രയും ക്ലിയർലി ഞാനൊന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. മൃഗ്നയാണി മഹൽ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോളിയോറിൽ. അത് ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാ മാൻസിംഗ് തോമർ ആണ്. ശീഷ് മഹൽ പാലസ് ഓഫ് മിറേഴ്സ് എന്നറിയപ്പെടുന്നു. അത് ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാജ നരീന്ദർ സിംഗ് ആണ്. ഹവാ മഹൽ എവിടെയാണ്? ജയ്പൂരിലാണ്. ഹവാ മഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സവായി പ്രതാപ് സിംഗ് ആണ്. ഇനി പഞ്ച്മഹൽ. പഞ്ച്മഹൽ ബിൽഡ് ചെയ്യുന്ന ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ബർ ആണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫത്തേപൂർ സിക്രി ഉത്തർപ്രദേശ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ ബൈഹേർട്ട് ചെയ്ത് പോവാതെ കണക്റ്റഡ് ഫാക്ട് ഉണ്ടെങ്കിൽ അതുകൂടി പഠിച്ചു പോകണം. പറയാൻ കാരണം ചിലപ്പോൾ കണക്റ്റഡ് ഫാക്റ്റ് ആയിരിക്കും നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഇല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫാക്റ്റ് ഉണ്ടെങ്കിൽ അതുകൂടി നോട്ട് ചെയ്ത് പോവുക. അതായിരിക്കും ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. സോ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിക്കുന്ന ടൈമിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യങ്ങൾ, ഈ ഒരു മഹലെല്ലാം ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സോ ഇതൊന്നും സ്കിപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ടുള്ള ഓർഡറിൽ സിലബസ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളും കൃത്യമായ ഓർഡറിൽ ടോട്ടൽ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിലെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാനൊന്ന് പറഞ്ഞുതരാം. 8075753676. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 8075753676 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം.
ആ ക്വസ്റ്റ്യൻ ഇതാണ്. ഡാഷ് ഈസ് ഓൾസോ നോൺ ആസ് ദി സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് നമ്മുടെ സ്വന്തം സ്റ്റേറ്റ് ആയിട്ടുള്ള കേരള. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരള. അപ്പോൾ പിങ്ക് സിറ്റി ഏതാ? പിങ്ക് സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ജയ്പൂർ ആണ്. ബ്ലൂ സിറ്റി ഏതാണ്? ബ്ലൂ സിറ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ജോധ്പൂർ ആണ്. ബ്ലൂ സിറ്റി ഏതാണ്? ജോധ്പൂർ. പിങ്ക് സിറ്റി ഏതാണ്? ജയ്പൂർ. ബ്ലൂ സിറ്റി എന്നറിയപ്പെടുന്നത് ജോധ്പൂർ. സിറ്റി ഓഫ് 1000 ടെമ്പിൾസ്. എന്താണ്? സിറ്റി ഓഫ് 1000 ടെമ്പിൾസ്. സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? കാഞ്ചീപുരം ആണ്. സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന സിറ്റി ഏതാണ്? കാഞ്ചീപുരം. പിങ്ക് സിറ്റി ജയ്പൂറും ബ്ലൂ സിറ്റി ജോധ്പൂറും സിറ്റി ഓഫ് 1000 ടെമ്പിൾസ് എന്നറിയപ്പെടുന്നത് ഏത് സിറ്റിയുമാണ്? കാഞ്ചീപുരവുമാണ്. സ്പൈസ് ഗാർഡൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കേരളയാണ്. ക്ലിയർ ആണല്ലോ? തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. Shanti Swaroop Bhatnagar Annual Award is given for outstanding achievement in the field. അപ്പോൾ ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് ഫീൽഡിൽ കൊടുക്കുന്ന അവാർഡാണ്? പഠിച്ചു വെച്ചേക്കണേ. ഇതേപോലെ തന്നെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കും. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് ഫീൽഡിൽ കൊടുക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ കൊടുക്കുന്നതാണ്. കഴിഞ്ഞ തൊട്ടു മുന്നത്തെ ALPക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് മേഖലയിൽ കൊടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ കൊടുക്കുന്ന അവാർഡാണ് ഏതെന്ന് പറയുന്നത് ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ്. പഠിച്ചു വെച്ചോണേ. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സയൻസ് ആൻഡ് ടെക്നോളജി ആണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇപ്പോഴത്തെ നമ്മുടെ ഒരു റീസെന്റ് ട്രെൻഡ് അനുസരിച്ച് അതായത് 2022-23 ആ ഒരു ടൈം പീരീഡ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സ്, ആർട്സ് ആൻഡ് കൾച്ചർ, ഡാൻസ് ഫോംസ്, ഫെസ്റ്റിവൽസ് ഈ ഒരു ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന റെയിൽവേയുടെ എക്സാമിനും ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഉസ്താദ് അംജദ് അലി ഖാൻ പ്ലേസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ്? ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സരോദ് ആണ് കേട്ടോ. സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? ഉസ്താദ് അംജദ് അലി ഖാൻ. ഓർക്കുക, ഉസ്താദ് അംജദ് അലി ഖാൻ, അതുപോലെ തന്നെ അലി അക്ബർ ഖാൻ. സ്ഥിരം ചോദിക്കുന്ന കുറച്ച് പേരുകൾ ഞാൻ പറഞ്ഞുതരാം. ഉസ്താദ് അംജദ് അലി ഖാൻ, അംജദ് അലി ഖാൻ, ദെൻ അലിയിൽ തുടങ്ങുന്ന അടുത്ത പേര് അലി അക്ബർ ഖാൻ. അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, ഹാഫിസ് അലി ഖാൻ. ഹാഫിസ് അലി ഖാൻ. ഓക്കെ, അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, ഹാഫിസ് അലി ഖാൻ. ദെൻ ഓർത്തിരിക്കേണ്ടത് സറിൻ ശർമ്മ. സറിൻ ശർമ്മ കൂടെ അങ്ങ് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. സറിൻ ശർമ്മ. ഓക്കെ, ഇത്ര പേരുകൾ ഓർക്കുക. ഒരു പേരോട് പറയാം, രാജീവ് താരാനാഥ്. അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ വാങ്ങിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കാരണം ഇന്നൊരു പേഴ്സൺസിൻ്റെ പേര് തന്നിട്ട് ഇവർ ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അറിയെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്തുകൂടെ? സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റും. സോ ഇവരെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള പേരുകളാണ്. ഇവരെല്ലാവരെയും ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇവരെല്ലാം ഏത് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ്? സരോദ് ഇൻസ്ട്രുമെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺസ് ആണ്. ആരൊക്കെയാ? അംജദ് അലി ഖാൻ, അലി അക്ബർ ഖാൻ, ഹാഫിസ് അലി ഖാൻ, സറിൻ ശർമ്മ, രാജീവ് താരാനാഥ്. ഇവരുടെ എല്ലാം പേരെന്ത് ചെയ്യുക? ഓർത്തു വെക്കുക. ആരൊക്കെയാണ്? അലി അക്ബർ ഖാൻ, ഹാഫിസ് അലി ഖാൻ, സറിൻ ശർമ്മ, രാജീവ് താരാനാഥ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which of the following individuals is not associated with the musical instrument santoor?
മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സന്തൂറുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഇതിൽ ആരാണ്? തൊട്ടു മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ പഠിച്ചത് കൊണ്ട് നമുക്കറിയാം ഉസ്താദ് അംജദ് അലി ഖാൻ എന്ത് പ്ലെയർ ആണെന്ന്, സരോദ് പ്ലെയർ ആണ്. ബാക്കി എല്ലാവരും എന്ത് പ്ലെയേഴ്സ് ആണ്? സന്തൂർ പ്ലെയേഴ്സ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് സന്തൂർ പ്ലെയർ ആയിട്ടുള്ള ആരെ പറ്റിയിട്ടാണെന്ന് അറിയാമോ? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയെ പറ്റിയിട്ടാണ്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് സന്തൂർ പ്ലെയർ ആയിട്ടുള്ള പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്ത് പ്ലെയർ ആണ്? സന്തൂർ പ്ലെയർ ആണ്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് കിട്ടിയ അവാർഡുകളുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കണം. സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മശ്രീ, അതുപോലെ പത്മ വിഭൂഷൺ. ഈ 3 അവാർഡുകളുമാണ് മെയിനായിട്ട് ലഭിച്ചിട്ടുള്ളത്. ഇതിൽ സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1986-ലും, പത്മശ്രീ ആണെങ്കിൽ 1991-ലും, പത്മവിഭൂഷൺ ആണെങ്കിൽ എന്നുമാണ് 2001-ലുമാണ്. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ പ്ലെയർ ആണ്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് ആണെങ്കിൽ 1986-ലും, പത്മശ്രീ ആണെങ്കിൽ 1991-ലും, പത്മവിഭൂഷൺ ആണെങ്കിൽ 2001-ലും ലഭിക്കുന്നു. പഠിക്കണേ, 1986-ലാണെങ്കിൽ സംഗീത നാടക അക്കാദമി അവാർഡ്, 1991-ലാണെങ്കിൽ പത്മശ്രീ, 2001-ലാണെങ്കിൽ പത്മവിഭൂഷൺ. ഓക്കെ, ഇനി പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയും കൂടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ജേണി വിത്ത് 100 സ്ട്രിംഗ്, ജേണി വിത്ത് 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക്. ഓക്കെ, എന്തായിരുന്നു പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫിയുടെ നെയിം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജേണി വിത്ത് 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നായിരുന്നു കേട്ടോ. ജേണി വിത്ത് 100 സ്ട്രിംഗ്, ജേണി വിത്ത് 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളതായിരുന്നു പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതിനകത്ത് ഇൻകറക്റ്റ്ലി മാച്ച് പെയർ ഏതാണ്? അഗൈൻ നമുക്കറിയാം പക്കവാജ് പ്ലെയർ അല്ല. പക്കവാജ് പ്ലെയർ അല്ല പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ പ്ലെയർ ആണെന്നറിയാം അല്ലേ? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇനി ബാക്കിയുള്ളവരെ ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ഇതിൽ നമുക്കറിയാം അംജദ് അലി ഖാൻ സരോദ് പ്ലെയർ ആണ്, കിഷൻ മഹാരാജ് തബലയാണ്, പണ്ഡിറ്റ് രവിശങ്കർ സിത്താർ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് പണ്ഡിറ്റ് രവിശങ്കർ. പഠിച്ചു വെച്ചോ, പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത പേഴ്സൺ ആണ് ആര്? പണ്ഡിറ്റ് രവിശങ്കർ. ഒരു കാര്യം കൂടി ഓർക്കുക, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം 1999-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണെന്ന് വെച്ചാൽ അതിന് ആൻസർ 1999-ലാണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം എന്നാണ് 1999-ലാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. മറക്കണ്ട, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ എന്ത് പ്ലെയർ ആണ്? സന്തൂർ പ്ലെയർ ആണ്. അംജദ് അലി ഖാനോ സരോദ് പ്ലെയർ ആണ്. പണ്ഡിറ്റ് രവിശങ്കറോ സിത്താർ പ്ലെയർ ആണ്. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിച്ച വർഷം 1999-ല്. നമുക്ക് 10th ക്വസ്റ്റ്യനിലോട്ട് പോവാം. As per UNESCO, Ellora caves are the group of how many caves? എത്ര കേവ്സിന്റെ ഗ്രൂപ്പാണ്? എത്ര കേവ്സ് അല്ലെങ്കിൽ എത്ര ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ആണ് എല്ലോറ കേവ്സിലുള്ളത്? അങ്ങനെ യൂസ് ചെയ്യുന്നതിന് ആൻസർ 34 ആണ്. എത്രയാണ്? 34 കേവ്സ് ആണുള്ളത്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2023 തന്നെ നടന്ന ഒരു 2 എക്സാമിൽ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തു. സോ പഠിച്ചേക്കുക, എല്ലോറ കേവ്സിൽ ടോട്ടൽ എത്ര ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ആണ് ഉള്ളതെന്ന് യൂസ് ചെയ്യുന്നതിന് ആൻസർ 34. അതിൻ്റെ കൂടെ ഓർക്കേണ്ടത് എല്ലോറ കേവ്സ് എവിടെയാണെന്നറിയാം? മഹാരാഷ്ട്രയിലാണെന്നറിയാം അല്ലേ? എല്ലോറ കേവ്സ് എവിടെയാണ്? മഹാരാഷ്ട്രയില്. മഹാരാഷ്ട്രയിലുള്ള കുറച്ച് കേവ്സുകൾ പറഞ്ഞുതരാം. അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്,
അജന്ത, എല്ലോറ, എലിഫന്റ, കാർല, കൻഹേരി. ഓക്കെ, അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്, കൻഹേരി കേവ്. ഏതൊക്കെയാ? അജന്ത കേവ്സ്, എല്ലോറ കേവ്സ്, എലിഫന്റ കേവ്സ്, കാർല കേവ്, കൻഹേരി കേവ്. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എവിടെയാണ് ഇത്ര കേവ് ഉള്ളത്? മഹാരാഷ്ട്രയിൽ. ഇതിൽ RRBക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കേവാണ് അജന്ത, എല്ലോറ, എലിഫന്റ. എല്ലാ എക്സാമിനും ചോദിക്കും. RRBക്ക് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കണ്ടുള്ളൊരു കേവാണ് ഏതെന്ന് പറയുന്നത്? കാർല കേവ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലോറ കേവ്സിലെ ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് എത്രയാണ്? 34. ഓക്കെ, ദെൻ ഓർക്കേണ്ടത് ഈ എല്ലോറ കേവ്സിലുള്ള ഒരു ടെമ്പിൾ ആണ് ഏത്? കൈലാസ ടെമ്പിൾ. എല്ലോറ കേവ്സിലുള്ള ടെമ്പിൾ ആണ് ഏത്? കൈലാസ ടെമ്പിൾ. ഈ കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണ ഫസ്റ്റ് ആണ് കേട്ടോ. കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കൃഷ്ണ ഫസ്റ്റ്. എല്ലോറ കേവ്സിലുള്ള ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആരാണ്? കൃഷ്ണ ഫസ്റ്റ്. SCയുടെ ലാസ്റ്റ് നടന്നൊരു ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ഈ എല്ലോറ കേവ്സിലെ കൈലാസ ടെമ്പിൾ ഏത് റോക്ക് വെച്ചിട്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യുക ബസാൾട്ട് റോക്ക് ആണ് കേട്ടോ. ബസാൾട്ട് റോക്ക്. അപ്പൊ എല്ലോറ കേവ്സ് എവിടെയാ? മഹാരാഷ്ട്രയിൽ. എല്ലോറ കേവ്സിൽ ടോട്ടൽ എത്ര ടെമ്പിൾസ് ആൻഡ് മൊണാസ്ട്രീസ് ഉണ്ട്? 34. എല്ലോറ കേവ്സിൽ ഒരു ടെമ്പിൾ ആണ് കൈലാസ ടെമ്പിൾ. കൈലാസ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ആളുടെ പേര് കൃഷ്ണ ഫസ്റ്റ്. ദെൻ ഓർത്തിരിക്കേണ്ടത് ഈ കൈലാസ ടെമ്പിൾ ഏത് ടൈപ്പ് ഓഫ് റോക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ ബസാൾട്ട് റോക്ക്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റിനിലോട്ട് പോവാം. The Khajuraho group of monuments is UNESCO World Heritage Site located in. Khajuraho group of monuments ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഖജുറാഹോ ഗ്രൂപ്പ് ഓഫ് മോണുമെന്റ്സ് ഉള്ളത് എവിടെയാണ്? മധ്യപ്രദേശിൽ. അതുപോലെ തന്നെ നമ്മുടെ എക്സാമിൽ എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഖജുറാഹോ ടെമ്പിൾസ് ബിൽറ്റ് ചെയ്തത് ഏത് ഡൈനാസ്റ്റി ആണ്? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഖജുറാഹോ ടെമ്പിൾസ് ബിൽറ്റ് ചെയ്യുന്നത് ഏത് ഡൈനാസ്റ്റി ആണ്? ആൻസർ ചണ്ടേല ഡൈനാസ്റ്റി ആണ് കേട്ടോ. ഏത് ഡൈനാസ്റ്റി ആണ്? ചണ്ടേല ഡൈനാസ്റ്റി. CHANDELLA. ചണ്ടേല ഡൈനാസ്റ്റി. ഖജുറാഹോ ടെമ്പിൾ ബിൽറ്റ് ചെയ്യുന്ന ഡൈനാസ്റ്റി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചണ്ടേല ഡൈനാസ്റ്റി ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following site has not been selected by UNESCO as a World Heritage Site? ഇതിൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് തിരഞ്ഞെടുക്കാത്തത് ഏതാണ്? ഓക്കെ, ഇതിൽ മതേരൻ ഹിൽ സ്റ്റേഷനെയാണ് സെലക്ട് ചെയ്യാത്തത്. ഓർത്തിരിക്കുക, ബാക്കി 3 നമ്മുടെ മൗണ്ടെയിൻ റെയിൽവേസിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമ്മുടെ മൗണ്ടെയിൻ റെയിൽവേസിൽ ബാക്കി 3 റെയിൽവേസും ഇൻക്ലൂഡഡ് ആണ്. ഈ മൗണ്ടെയിൻ റെയിൽവേസ് എന്നുള്ള കാറ്റഗറി ഫോം ചെയ്യുന്നത് 1999 മൗണ്ടെയിൻ റെയിൽവേസ് എന്നുള്ള കാറ്റഗറി ഫോം ചെയ്യുന്നത് 1999 ആദ്യമായിട്ട് മൗണ്ടെയിൻ റെയിൽവേസ് കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യപ്പെടുന്ന മൗണ്ടെയിൻ റെയിൽവേ അത് 1999 തന്നെ ഡാർജിലിംഗ് മൗണ്ടെയിൻ റെയിൽവേ ആണ്. അതിനുശേഷം 2005 നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ ആഡ് ചെയ്യുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം 2008 കൽക്ക ഷിംല മൗണ്ടെയിൻ റെയിൽവേ ആഡ് ചെയ്യുന്നു. അപ്പോൾ മൗണ്ടെയിൻ റെയിൽവേ എന്നുള്ള കാറ്റഗറി ഫോം ചെയ്യുന്നത് 1999 2005 നീലഗിരി മൗണ്ടെയിൻ റെയിൽവേയും 2008 കൽക്ക ഷിംല മൗണ്ടെയിൻ റെയിൽവേയും ഈ മൗണ്ടെയിൻ റെയിൽവേസ് എന്നുള്ള കാറ്റഗറിയിലോട്ട് ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ മൗണ്ടെയിൻ റെയിൽവേസ് എന്ന് പറയുന്നൊരു കാറ്റഗറീസ് ഉണ്ട്. ഈ കാറ്റഗറിയിൽ 3 മൗണ്ടെയിൻ റെയിൽവേസ് ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഈ മൗണ്ടെയിൻ റെയിൽവേസ് ഉള്ള കാറ്റഗറി ഫോം ചെയ്യുന്നത് 1999 ആ വർഷം ആഡ് ചെയ്യുന്നത് ഡാർജിലിംഗ് ഹിമാലയൻ നാഷണൽ പാർക്കിനെയാണ്. അതുപോലെ തന്നെ 2005 നീലഗിരി മൗണ്ടെയിൻ റെയിൽവേയും 2008 കൽക്ക ഷിംല മൗണ്ടെയിൻ റെയിൽവേയും ആഡ് ചെയ്യുന്നു. Group of monuments at Mahabalipuram one of the UNESCO World Heritage Sites found by the Pallava King in Dash district. അപ്പോൾ മഹാബലിപുരം മോണുമെന്റ്സ് തമിഴ്നാട്ടിൽ ഏത് ഡിസ്ട്രിക്റ്റിലാണ്? നമുക്ക് ടോട്ടലി ഡൗട്ട് വരാം. മൊത്തം തമിഴ്നാട്ടിലെ സ്ഥലങ്ങളുടെ പേര് 4 തമിഴ്നാടാണ് അല്ലേ? അപ്പോൾ നമുക്ക് ക്ലിയർലി ഒരു ഡൗട്ട് വരാം.
സോ പഠിച്ചു വെക്കുക. എവിടെയാണ് മഹാബലിപുരം മോണുമെന്റ്സ് ഉള്ളത്? ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ. മഹാബലിപുരം മോണുമെന്റ്സ് ഉള്ളത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കാഞ്ചീപുരം ഡിസ്ട്രിക്റ്റിലാണ്. 14th question. In which state Namdroling Monastery located? Namdroling Monastery എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? Namdroling Monastery അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി കേട്ടോ. Namdroling Monastery അല്ലെങ്കിൽ വേറൊരു പേരാണ് എന്ത്? ബൈലക്കുപ്പെ മൊണാസ്റ്ററി. Namdroling Monastery അല്ലെങ്കിൽ ബൈലക്കുപ്പെ മൊണാസ്റ്ററി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ കർണാടകയിലാണ്. എവിടെയാണ്? കർണാടകയില്. അതുപോലെ കാർഡങ് മൊണാസ്റ്ററി, കാർഡങ് മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കീ മൊണാസ്റ്ററി. കാർഡങ് മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കീ മൊണാസ്റ്ററി ഇതെല്ലാം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് മൂന്നും എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. അതിൻ്റെ കൂടെ ഒരു 2 മൊണാസ്റ്ററീസ് കൂടി പറയാം. റംതക് മൊണാസ്റ്ററിയും അതുപോലെ ഫൊഡങ് മൊണാസ്റ്ററിയും. റംതക് മൊണാസ്റ്ററിയും ഫൊഡങ് മൊണാസ്റ്ററിയും എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും സിക്കിമിലാണ്. ഓർത്തിരിക്കുക. നാംഡ്രോളിംഗ് മൊണാസ്റ്ററിയുടെ വേറൊരു പേരാണ് ബൈലക്കുപ്പെ മൊണാസ്റ്ററി. അത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക. കാർഡങ് മൊണാസ്റ്ററി, ടാബോ മൊണാസ്റ്ററി, കീ മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശില്. റംതക് മൊണാസ്റ്ററിയും ഫൊഡങ് മൊണാസ്റ്ററി എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ സിക്കിമിലാണ്. അപ്പോൾ കാർഡങ്, ടാബോ, കീ ഹിമാചൽ പ്രദേശില്, ബൈലക്കുപ്പെ മൊണാസ്റ്ററി കർണാടക, റംതക്കും ഫൊഡോങ്ങും എവിടെയാണ്? സിക്കിമിലാണ്. അപ്പോൾ മൊണാസ്റ്ററീസിനെ ബേസ് എന്ത് ചെയ്യുക? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക? ഞാൻ നിങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസും അവയുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്റ്റുകളും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.